UDF ജില്ലാ കമ്മിറ്റി യോഗത്തിന് ശേഷമായിരുന്നു കണ്ണൂർ DCCയുടെ സമ്പൂർണ്ണ നേതൃയോഗം ചേർന്നത്. യോഗം ആരംഭിച്ച് മിനിറ്റുകൾക്കകം സ്ഥലത്തെത്തിയ സുധാകരൻ ഉടൻ തന്നെ പ്രകോപിതനായി ഇറങ്ങിപ്പോവുകയായിരുന്നു. തനിക്കെതിരെ പരസ്യ നിലപാടെടുത്ത P. രാമകൃഷ്ണനൊപ്പം സംഘടനാ ചർച്ചയിൽ പങ്കെടുക്കാനാവില്ലെന്നായിരുന്നു സുധാകരന്റെ നിലപാട്. ഇക്കാര്യത്തിൽ KPCCയുടെ തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ രാമകൃഷ്ണനൊപ്പം വേദി പങ്കിടുവെന്നും സുധാകരൻ നിലപാടെടുത്തു. എന്നാൽ K. സുധാകരനെതിരെ A ഗ്രൂപ്പ് നേതാക്കൾ യോഗത്തിൽ കടുത്ത വിമർശനമാണ് ഉയർത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ 24 മണിക്കൂറിൽ മത്സരത്തിനില്ലെന്ന സുധാകരന്റെ പരസ്യ പ്രഖ്യാപനവും ഗ്രൂപ്പ് താൽപര്യങ്ങളും തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതായും A ഗ്രൂപ്പ് നേതാക്കൾ ആരോപിച്ചു. എന്നാൽ A ഗ്രൂപ്പിന് സ്വാധീനമുള്ള മലയോര മേഖലയിലെ വോട്ട് ചോർച്ച അന്വേഷിക്കണമെന്ന് I ഗ്രൂപ്പും യോഗത്തിൽ ആവശ്യമുയർത്തി. കൊട്ടിയൂരടക്കമുള്ള മേഖലകളിൽ കസ്തൂരി രംഗൻ റിപ്പോർട്ടും UDFന് തിരിച്ചടിയായി. ഇക്കാര്യത്തിൽ സ്ഥലം MLA കൂടിയായ സണ്ണി ജോസഫ് കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടിയിരുന്നു. വോട്ട് ചോർന്നതിലടക്കം സംഘടനാപരമായ വീഴ്ച സംഭവിച്ചതായും യോഗം വിലയിരുത്തി. കള്ളവോട്ടിനെതിരായ നിയമ നടപടികൾ കൂടുതൽ ശക്തമാക്കും. ബൂത്ത് തലം മുതൽ പാർട്ടിയിൽ പുനഃസംഘടന എന്ന ആവശ്യം KPCCയെ രേഖാമൂലം അറിയിക്കും. ബൂത്ത് തലം മുതൽ പുനഃസംഘടന ഈ പാർട്ടിക്ക് അടിയന്തരമായി ഉണ്ടാക്കണം എന്ന ഒരു പ്രമേയമാണ് എല്ലാ ആളുകളും ഐകകണ്ഠ്യേന, അതിനകത്ത് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല, എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞിരിക്കുന്ന വിഷയം അതാണ്. 29-ാം തീയതി ചേരുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി യോഗത്തിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ ഈ പ്രമേയം അവതരിപ്പിക്കും. തെരഞ്ഞെടുപ്പിന് ശേഷം ജില്ലയിലെ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോരാട്ടം കൂടുതൽ ശക്തമാവുന്നതിന്റെ സൂചന കൂടിയായിരുന്നു ഇന്നത്തെ നേതൃയോഗം. സുനിൽ ഐസക്, മീഡിയ 1, കണ്ണൂർ.